ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന മെത്തേഡ് ഏതാണ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പായിട്ട് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യം. നിങ്ങളുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പാരമ്പര്യം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസും കുറവായിരിക്കും. രണ്ടാമത്, നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കുറവായിരിക്കും. ഇനി ഇത് കൂട്ടാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് പാൽ ഉൽപ്പന്നങ്ങളും, രണ്ടാമത് ഡ്രൈ ഫ്രൂട്ട്സ്, മൂന്നാമത്തത് ഫ്ലാക്സ് സീഡ്, നാലാമത്തത് പപ്പായ. ഈ 4 ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. കാരണം ഇവയിൽ 4ലും ഈസ്ട്രജന്റെ അളവ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 4 ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രസ്റ്റുകൾ മസാജ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രസ്റ്റുകൾ ദിവസവും മസാജ് ചെയ്യുക. ഇതും ബ്രസ്റ്റ് സൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഇനി അടുത്ത കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റിനനുസരിച്ച് കറക്റ്റ് ബ്ര യൂസ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രയുടെ സൈസും നിങ്ങളുടെ ബ്രസ്റ്റിന്റെ സൈസും സെയിം അല്ല എങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് ഷേപ്പ്ലെസ് ആകാനും തൂങ്ങാനും ഒക്കെ അത് കാരണമാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന മെത്തേഡ് ഏതാന്ന് പറഞ്ഞുതരാം. അതാണ് അക്യുപ്രഷർ മെത്തേഡ്. അപ്പൊ 2 പോയിന്റ്സ് ആണ് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് പേര് CV70 എന്ന പോയിന്റ് ആണ്. ഈ പോയിന്റ് എവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ 2 നിപ്പിളിലും നേരെ വന്ന് നിങ്ങളുടെ ചെസ്റ്റിന് സെന്റർ ആയിട്ട് വരുന്ന പോയിന്റ് ആണ് CV70 എന്ന പോയിന്റ്. ഈ പോയിന്റിൽ ഈ വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് പ്രഷർ റിലീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ 2 നിപ്പിളിന് നേരെ വന്ന് നിങ്ങളുടെ ചെസ്റ്റിന്റെ സെന്റർ ആയിട്ട് വരുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ വീഡിയോയിൽ ഞാൻ കൃത്യമായി കാണിച്ചു തരുന്നില്ല. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. എങ്ങനെ ഇപ്പൊ ഇതിലേക്ക് കൃത്യമായി ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ നിപ്പിളിന് നേരായിട്ട് വന്ന് ചെസ്റ്റിന്റെ സെന്റർ പോയിന്റ് ആണ് CV70. ആ പോയിന്റിൽ ഈ വിരൽ വെച്ച് നന്നായി പ്രസ് ചെയ്യുക. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ പ്രസ് റിലീസ് ചെയ്തപ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടു. വിരൽ അവിടെ നിന്ന് എടുക്കണ്ട, അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്താൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ പ്രസ് ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, റിലീസ് ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ദിവസം 2 വട്ടം ചുരുങ്ങിയത് ചെയ്യണം. മാക്സിമം 3 വട്ടം ചെയ്താൽ മതി. ഇനി അടുത്ത പോയിന്റ് വരുന്നത് നമ്മുടെ കൈകളിലാണ്. 2 കൈയിലും ചെയ്യാം. 2 കൈയിലും ഉണ്ട് ആ പോയിന്റ്. അപ്പൊ അത് ഈ കയ്യിൽ കാണിച്ചു തരാം. ദാ ഈ 2 വിരലുണ്ടല്ലോ, ഈ 2 വിരലിന്റെ ഇടയിലായിട്ട് വരുന്ന ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പൊ ഇതും 2 മുതൽ 3 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. ഇത് ദിവസം 2 വട്ടം, മാക്സിമം 3 വട്ടം ചെയ്താൽ മതി. ഈ പോയിന്റിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടതും പുറത്തേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. 2 കൈയിലും ചെയ്യണം കേട്ടോ. അപ്പൊ ഈ 3 പോയിന്റുകളും ഒരുമിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പോയിന്റിലും 2 മുതൽ 3 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചെയ്യുക. ദിവസം ചുരുങ്ങിയത് 2 വട്ടമെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ അക്യുപ്രഷർ പോയിന്റ്സിലുള്ള അതും കണ്ടിന്യൂസ്ലി നിങ്ങൾ ഒരു 2 ആഴ്ച ചെയ്യുക. അതിനൊപ്പം ഭക്ഷണ കാര്യം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് ഒരാഴ്ച കൊണ്ട് ഇത്തിരിയെങ്കിലും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ചെയ്യാൻ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് ഒരു ഇത് ഉപയോഗിച്ച് അളക്കുക, ടാപ്പ് ഉപയോഗിച്ച് അളക്കുക. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ അളന്ന് നോക്കുക. തീർച്ചയായിട്ടും ഡിഫറൻസ് വന്നിട്ടുണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.